ഹായ് കൂട്ടുകാരെ, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ KWയുടെ ലാബ് അസിസ്റ്റന്റിന്റെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമുക്ക് തൽക്കാലം അത് കണ്ടിന്യൂ ചെയ്യാനുള്ള സാഹചര്യം നിലവിലില്ല. ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ആ ചാനൽ തുടങ്ങിയപ്പോഴേ പറഞ്ഞിരുന്നത് ഇതൊരു ഗൈഡൻസ് ചാനലാണ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. പിന്നെ സമയം കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഞാനൊരു കാര്യം പറയുകയാണ്, നിങ്ങൾക്കൊരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ഗൈഡൻസ് തന്നെയായിരിക്കും. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ ബയോളജി പഠിക്കേണ്ടത്. ഒരുപാട് പേര് പിന്നെ ഇപ്പോഴും വന്ന് കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, മാം എങ്ങനെയാണ് കറക്റ്റ് ഫോളോ ചെയ്യുന്നതെന്ന് ഒന്നുകൂടെ പറയാമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ഇപ്പം ബയോളജിയിൽ ഇപ്പം ഞാൻ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്നാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എങ്കിൽ നിങ്ങൾ അതിൻ്റെ അറ്റത്തതായി ഈ ഡോപ്പ എന്ന് കൂടെ സെർച്ച് ചെയ്യുക. ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ക്ലാസ് 12 ഡോപ്പ. ഇത് കണക്ക് ഏതാണ് ക്ലാസ് അതും കൊടുത്ത് അതിൻ്റെ അറ്റത്ത് ഡോപ്പ എന്ന് സെർച്ച് ചെയ്യുമ്പം ഡോപ്പയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇവിടെ വരും. ഓക്കെ, ഡോപ്പയുടെ ക്ലാസ്സസ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ കോമ്പി റൂമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. കോമ്പി റൂം ആദ്യം തുടങ്ങിയ കോമ്പി റൂം ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ ഫിനിഷ് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കോമ്പി റൂം 300 നോക്കണ്ട, 200 നോക്കിയാൽ മതി. ഈ 200 ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ക്ലാസ്സുകൾ. പക്ഷേ ഇതിലും ഉണ്ട് ബെറ്റർ ആയിട്ടുള്ള. ഏതാണ് നിങ്ങൾക്ക് ഇതിനകത്ത് പല എഡ്യൂക്കേറ്റേഴ്സ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ എല്ലാവരും ഡോക്ടേഴ്സാണ്. അപ്പം കോമ്പി റൂമിൽ 1 എടുത്തവരായിരിക്കില്ല 2 എടുത്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ആരുടെ ക്ലാസ് ആണോ ഇഷ്ടം അവരുടെ ക്ലാസ് നോക്കി പഠിച്ചാൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു ചാപ്റ്റർ എടുത്തിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം ഈ സാറിൻ്റെ ക്ലാസ്സാണ് എനിക്ക് കുറച്ചുകൂടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് ബെറ്റർ ആയിട്ട് തോന്നിയത്. അപ്പം ഈ സാറിൻ്റെ ക്ലാസ് ഓക്കെയാണ്. ഈ മിസ്സിൻ്റെ ക്ലാസ് ഒന്നും കുഴപ്പമില്ല, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിലും ഫോളോ ചെയ്യാം. ഇവരെടുക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് സത്യത്തിൽ PSCക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക, വേറെ ഒരു സോഴ്സും വേറെ ഒന്നും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക. ഈ ഒരു ക്ലാസ് മുഴുവനും കണ്ടു തീർത്തതിന് ശേഷം നിങ്ങൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഗൂഗിളിൽ വന്നിട്ട് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് ടൈപ്പ് ചെയ്ത് അറ്റത്തെ MCQ എന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ MCQ വരുന്ന ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ഞാൻ മെയിനായിട്ട് പറയുന്നത് ബൈജൂസ് പ്രാക്ടീസ് ചെയ്യണം. ബൈജൂസിൽ നിന്നുള്ള ചോദ്യങ്ങൾ PSC ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബൈജൂസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ചെയ്തു നോക്കി ഇതിനകത്തുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നല്ല രീതിയിൽ ശ്രദ്ധിച്ചിരുന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഇതിലൊരു 15 ചോദ്യങ്ങളേ ഉള്ളൂ. ഓക്കെ, 15 ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരം താഴെ കിടപ്പുണ്ട്. പിന്നീട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സാൻഡ് ഫൗണ്ടറിയാണ്. സാൻഡ് ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈറ്റിനകത്തും ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കും സാൻഡ് ഫൗണ്ടറിക്കകത്ത്. അത് പാർട്ട് 1, പാർട്ട് 2, സെറ്റ് 1, സെറ്റ് 2 അങ്ങനെ പറഞ്ഞ് ഒരു 77 സെറ്റ് ഉണ്ട്. ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്ര ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് ഓരോ സെറ്റ് എടുത്ത് നിങ്ങളുടെ സമയവും സാഹചര്യം പോലെ നിങ്ങൾ ചെയ്തു നോക്കുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഒരു കാരണവശാലും ഒഴിവാക്കരുത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് PSC അതുപോലെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പം ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇടയ്ക്ക് പരസ്യമൊക്കെ വരും, അതൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പേഴ്സിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ടോപ്പറിന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ടോപ്പറിനകത്തുള്ള ക്വസ്റ്റ്യന് TOPPR ആണ്. ടോപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസും കൂടെ കയറി നോക്കുക. ടോപ്പറിനകത്തുള്ള ക്വസ്റ്റ്യന് PSC ചോദിക്കുന്നുണ്ട്. ഇപ്പം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾ. അപ്പം ഇതിനകത്ത് ചോദ്യമൊന്നും കാണുന്നില്ല, എന്താ പറ്റിയെന്തോ. ഒരു മിനിറ്റ്, സെലക്ട് ചെയ്തത് മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു. ടോപ്പറിനകത്തുള്ള ക്വിസ് നോക്കിയെടുക്കുക കേട്ടോ. ഇതൊക്കെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെയാണ്. ഡെഫിനിഷൻ അല്ല, ടോപ്പേഴ്സ് ആപ്പ് എടുക്കണമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒരു സൈറ്റ് വലുതായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടോപ്പേഴ്സ് ആപ്പിനകത്ത് അവിടെ MCQ കിട്ടും. ഓക്കെ, അത് നിങ്ങളൊന്ന് തപ്പിയെടുത്താൽ മതി. കിട്ടുന്നില്ലെങ്കിൽ വിട്ടേക്കുക. നീറ്റ് പ്രിപ്പറേഷൻ പ്രിപ്പ് എന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. നീറ്റ് പ്രിപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് വേറൊരു സൈറ്റ് വരും. അതും നല്ലൊരു സൈറ്റാണ്. അപ്പം നിങ്ങൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കുറച്ചുകൂടെ ഹൈ സ്റ്റാൻഡേർഡ് ആണ്. ഓക്കെ, മറ്റേത് എല്ലാം നിങ്ങൾ ചെയ്ത് നിങ്ങൾ അതൊക്കെ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഇനിയും കൂടുതൽ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നീറ്റ് പ്രിപ്പറേഷൻ്റെ സൈറ്റും കൂടെ കയറി വന്ന് നോക്കുക. അതിനകത്ത് കുറച്ച് ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ,
നിങ്ങൾക്കിവിടെ ഹൈ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് നീറ്റ് പ്രിപ്പറേഷൻ്റെ കിട്ടും. ഇത് നോട്ട്സാണ്. വീണ്ടും നമുക്ക് അബദ്ധം പറ്റി ഗൈസ്. നീറ്റ് പ്രിപ്പറേഷൻ MCQ നിറക്കി കൊടുക്കട്ടെ. ഇങ്ങനെ നിങ്ങൾ MCQ അങ്ങോട്ട് അടിച്ചു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് MCQ വരില്ല കേട്ടോ. പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇപ്പോൾ താണ്ട ഇങ്ങനെ നിങ്ങൾക്കൊരു പേജ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താണ് കൂടുതൽ താണ്ട NCERT ക്വസ്റ്റ്യൻസ്, പല പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ സെറ്റുകളുണ്ട്. അപ്പം എല്ലാം കാണിക്കാൻ നമുക്ക് നോക്കാം എന്ത് വരുമെന്ന്. കുറേ റെസ്ട്രിക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കിട്ടുമെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, കിട്ടൂല്ലെങ്കിൽ വിട്ടേക്കുക. ഇവരിപ്പോൾ ഒരുപാട് പേരൊക്കെ യൂസ് ചെയ്യുമ്പോൾ പയ്യെ ചില സൈറ്റുകളൊക്കെ അങ്ങ് പിൻവലിക്കും. ലോഗിൻ കൊടുത്തു, രജിസ്റ്റർ അല്ല, ലോഗിൻ കൊടുക്കണേ. ലോഗിൻ കൊടുത്തു നോക്കാം വരുമെന്ന്. ന്യൂ യൂസർ ഇതൊന്നും വേണ്ട. നിങ്ങളപ്പം നീറ്റ് പ്രിപ്പറേഷൻ വിട്ടേക്കൂ. കാരണം അവരത് പ്രൈവറ്റ് ആക്കി പൈസയ്ക്കാക്കി. നമുക്ക് കിട്ടുന്ന ഫ്രീ സോഴ്സസ് മാത്രം യൂസ് ചെയ്താൽ മതി. അത്രയ്ക്ക് നീറ്റിൻ്റെ സ്റ്റാൻഡേർഡൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പം നിങ്ങൾ മെയിനായിട്ട് ഞാൻ ഈ പറഞ്ഞു തന്ന അത്രയും സോഴ്സസ് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഫിസിക്സ് ആണ് നിങ്ങൾക്ക് നോക്കേണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം ഞാൻ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ് എടുത്തേക്കുന്നത്. അതിൻ്റെ ടൈപ്പ് ചെയ്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ക്ലാസ് 11 ടൈപ്പ് ചെയ്തിട്ട് സീമ എലിസബത്ത് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് HSS ലൈവിലെ സീമ എലിസബത്തിൻ്റെ നോട്ട്സ് കിട്ടും. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ഫിസിക്സ് നോട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിസ്സിൻ്റെ ക്ലാസ് നോട്ട്സുകൾ ഫോളോ ചെയ്താൽ മതി. ഇതിൽ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. മിസ്സിൻ്റെ നോട്ട്സിൻ്റെ ഒരു സ്റ്റൈൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക്, ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് മിസ്സിൻ്റെ ക്ലാസ് നോട്ട്സ് ഉള്ളത്. എല്ലാം നല്ല നമ്മൾ കണ്ണിനൊക്കെ നല്ല രസമുള്ള രീതിയിലുള്ള ഫോൺസാണ്. അത് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോയാൽ ഈ നോട്ട് തന്നെ മതി. പിന്നെ നിങ്ങൾക്കിതൊരു ക്ലാസ് കണ്ട് പഠിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂട്യൂബിൽ വരിക. തിരിച്ച് യൂട്യൂബിൽ വന്നിട്ട് യൂട്യൂബിൽ ഈ ഡോപ്പയുടെ ഫിസിക്സ് കെമിസ്ട്രി ഞാൻ സജസ്റ്റ് ചെയ്യില്ല. ഡോപ്പയുടെ ഫിസിക്സ് കെമിസ്ട്രി കൊള്ളൂല. ഓക്കെ, അപ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന് ഞാൻ അടിച്ചു കൊടുത്തു. ക്ലാസ് 11 മലയാളം എന്ന് അറ്റത്ത് അടിക്കണം കേട്ടോ. മലയാളം എന്ന് അടിച്ചില്ലെങ്കിൽ ഹിന്ദി ക്ലാസ്സൊക്കെ കയറി വരും. നമുക്ക് മലയാളം ചാനലുകൾ മതി, അതുകൊണ്ട് മലയാളം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ പലരും എടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ. അതിൽ കുറച്ച് നല്ല വ്യൂസുള്ള നല്ല ചാനലുകൾ നോക്കിയെടുക്കുക. പിന്നെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ സിഗ്നേച്ചർ ടെക്സ്റ്റ് ആൻഡ് ടിപ്സ് നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇവർ എല്ലാ ചാപ്റ്റേഴ്സും എടുത്തിട്ടില്ല, എടുത്തിട്ടുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ ആദ്യം പഠിച്ച് തീർന്നതിന് ശേഷം ഇല്ലാത്ത ചാപ്റ്റേഴ്സ് വേറെ തപ്പിയാൽ മതി കേട്ടോ. ഇല്ലാത്ത ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, സൈലത്തിന്നോ അല്ലെങ്കിൽ വേറെ ഏതൊക്കെയോ ചാനലുകളുണ്ട്, ഏതിനാണോ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പം ഏറ്റവും റീച്ചായിട്ടുള്ളത് ആ ചാനൽ നോക്കി പഠിക്കുക. ഓക്കെ, അത്രയും ചെയ്താൽ മതി. ഫിസിക്സിൻ്റെ ആണെങ്കിലും കെമിസ്ട്രിയുടെ ആണെങ്കിലും ക്ലാസ്സിൽ അത് തന്നെ ചെയ്താൽ മതി. പിന്നെ ഇവരുടെ ഒന്നും ബയോളജിക്ക് ഓർഗാനിക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഓർഗാനിക് ക്ലാസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സിലബസ് വന്നു കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്, എല്ലാ ചാപ്റ്റേഴ്സും വേണ്ടി വരില്ല. ഓക്കെ, അത് എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സോഴ്സസ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ്സായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എടുത്തു തരും. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട്. പിന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഫോളോ ചെയ്യുന്നവർക്ക് തൊഴിൽവാർത്ത തൊഴിൽവീതിയുടെ ക്ലാസ്സുകൾ നമ്മൾ ഇതിനകത്തൂടെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ തൊഴിൽവാർത്ത തൊഴിൽവീതിയുടെ മാത്രമല്ല, ഇപ്പം നമ്മുടെ ഈ ഒരു വീഡിയോയുടെ താഴെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യാനുള്ള ചാനലിൻ്റെ ലിങ്ക് കാണും. നിങ്ങൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിങ്ക് വഴി നിങ്ങൾ കയറി വരിക. ഓക്കെ.